നാട്ടിൽ വേനലവധി ആഘോഷിച്ച് സ്കൂൾ തുറക്കുന്നതിന്റെ തലേന്നാൾ കുവൈത്തിലേക്ക് പുറപ്പെട്ട ഈ ബാലികക്കാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വന്നത്. കണ്ണൂർ പേരാവൂർ സ്വദേശികളായ ഷാജിയുടെയും സ്വപ്ന ഷാജിയുടെയും മകളാണ് മിൽക്ക. ഹർത്താലായതിനാൽ യാത്ര മുടങ്ങരുതെന്ന് കരുതി മിൽക്കയും അമ്മാവനും ചൊവ്വാഴ്ച പുലർച്ചെ തന്നെ വിമാനത്താവളത്തിലെത്തിയിരുന്നു. രാത്രി വീട്ടിൽ നിന്നും പുറപ്പെട്ടത് കാരണം ഭക്ഷണമോ ഉറക്കമോ ഇല്ലാതെയാണ് കുട്ടി മണിക്കൂറുകളോളം എയർപോർട്ടിൽ കഴിച്ചുകൂട്ടിയത്. ഒടുവിൽ യാത്രക്കായി ബോർഡിംഗ് പാസ് വാങ്ങി എമിഗ്രേഷൻ കൗണ്ടറിലെത്തിയപ്പോഴാണ് എയർ ഇന്ത്യ ഓഫീസർക്ക് നിരക്ക് വ്യത്യാസം എന്ന വെളിപാടുണ്ടായത്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് മിൽക്കയുടെ മാതാവ് സ്വപ്ന. അച്ഛൻ ഷാജി ജോലി ആവശ്യാർത്ഥം ഇപ്പോൾ ആഫ്രിക്കയിലാണ്. അവധി കുറവായതിനാൽ നേരത്തെ തിരിച്ചു വന്ന സ്വപ്ന കുവൈത്തിലെ ട്രാവൽ ക്ലബ് എന്ന ഏജൻസിയിൽ നിന്നാണ് മകൾക്ക് ടിക്കറ്റ് എടുത്തത്. അൺഅക്കമ്പനീഡ് മൈനർ ആയതിനാൽ മുതിർന്നവരുടെ നിരക്കാണ് 6 വയസ്സുകാരിയുടെ ടിക്കറ്റിനായി നൽകിയത്. കുട്ടിയെ തനിച്ചയക്കാനുള്ള നടപടിക്രമങ്ങളും ഏജൻസി പൂർത്തിയാക്കിയിരുന്നു. തിരിച്ച് 10 കഴിഞ്ഞപ്പം വീണ്ടും മാളോട് പറഞ്ഞു പോകാൻ പറ്റത്തില്ല, 18,700 രൂപ അടയ്ക്കണം. അത് എയർ ഇന്ത്യയുടെ മാനേജറാണ് പറയണത്. ഞാൻ നേരിട്ട് സംസാരിച്ചാണ് അദ്ദേഹമായിട്ട്. അങ്ങനെ അവസാനം 18,700 രൂപ ഞങ്ങൾ അടച്ചതിന് ശേഷം ഞാൻ ഇവിടെ ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. എയർ ഇന്ത്യയുടെ ഈ ക്രൂരതയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനൊരുങ്ങുകയാണ് ഇവർ. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.